ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാളിബാബ ബസാറിൽ ഞാൻ കച്ചവടം തുടങ്ങുമ്പോഴേ അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. എന്നെ വന്ന് അവന്മാർ വരട്ടിയില്ലേ. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവരിലൊരുത്തന്റെ തല അറുത്തെടുത്തിട്ട് ഗംഗാ നദിയിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞില്ലേ. എല്ലാരും എന്നെ കണ്ട് പേടിക്കാൻ തുടങ്ങി. പോലീസ് പോലെ എന്നെ കണ്ട മാറിപ്പോവായിരുന്നു. പിടികിട്ടിയ ആളുകൾ നമ്മളെ വില വെച്ചില്ല എന്ന് വെച്ചോ, സമൂഹത്തിൽ ആ വില നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എന്താടി കമലേത്, ഇനിയും ചായ എടുത്തില്ലേ നീ? അതെടുത്ത് വെച്ചേക്ക്. അങ്ങോട്ട് കൊടുക്ക്. എടാ തീപിടി കഥ, ഇതെന്റെ ഭാര്യയാ. ഒന്ന് ചിരിക്കടി. നമസ്കാരം. ഇത് കയ്യിലിരിക്കട്ടെ. ഇത് ഉപയോഗിക്കാൻ പഠിക്കണം. കണ്ണം പഠിപ്പിച്ചു തരും. നിങ്ങളുടെ മോളെ എന്ത് ചെയ്യാനാ പരിപാടി? കൂടെ നിർത്താനാണോ? അല്ല, അവളെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നിർത്തിയാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ വീണ്ടും പേടിച്ചിരിക്കേണ്ടി വരുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് നാളത്തേക്ക് എന്തിനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. പിടികിട്ടിയോ? ഞങ്ങളെല്ലാരും കൂടെയുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്താ കരുതിയേ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കില്ലെന്നോ? പുറത്ത് കണ്ടില്ലേ എത്ര പേരാണ് നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ സഹായത്തിനായി ഇവിടെ ഉള്ളതെന്ന് അറിയോ? എത്ര സുരക്ഷയുണ്ടെങ്കിലും ഒരു വേവലാതിയാ. ഇപ്പോഴും എനിക്ക് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല, അറിയോ? എനിക്ക് മനസമാധാനമില്ല. ശരി, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അമ്മായിയച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. എടാ കണ്ണാ, കാളിബാബു ബസാറിൽ നിന്ന് മന്ത്രാദേവിക്ക് ഒരു ഷെയർ പോണം കേട്ടോ. എന്താ പറഞ്ഞേ? എന്താടാ മിഴിച്ചു നോക്കുന്നത്? എന്റെ ഷെയർ കൊടുക്കാനോ? കൊടുക്കാൻ പറഞ്ഞാ കൊടുക്കണം. ഇങ്ങോട്ട് ചോദ്യമൊന്നും പാടില്ല. നാളെ തൊട്ട് മന്ത്രാദേവിക്കും കാളിബാബു ബസാറിൽ നിന്നൊരു ഷെയർ പോയിരിക്കണം. പിന്നൊരു കാര്യം, ആട്ടുംകുട്ടിയായി മാറാൻ പറഞ്ഞാൽ മിണ്ടാതെ ആട്ടുംകുട്ടിയായി മാറിക്കണം കേട്ടാ. കഴിക്കും മോളെ, വാശി പിടിക്കല്ലേ, കഴിക്ക്. ഭക്ഷണം വേസ്റ്റ് ആക്കി കളയല്ലേ. നോക്കിയേ, ഇതെല്ലാം കഴിക്കണം കേട്ടോ. അച്ഛൻ കഴിക്കാം. ഞാൻ പോയി നോക്കാമേ. മോളെ, മോള് തന്നെ ഇതെടുത്ത് കഴിക്കും. അമ്മ എവിടെ പോയി? അമ്മയ്ക്ക് ശരീരത്തിന് നല്ല സുഖമില്ല, കിടന്നുറങ്ങുക. അവക്ക് എന്ത് പറ്റി? അങ്ങോട്ട് മാറി. നിന്നെ ഞാൻ വെറുതെ വിടലടാ. അവനെ പോയി വിളിക്കടാ. നിനക്ക് നിന്റെ വീട് പോലും സംരക്ഷിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും നിനക്ക് എന്റെ പങ്ക് വേണോ അല്ലേ? ഇപ്പൊ നീ പോയിട്ട് എന്താ പറയാൻ പോന്നേ? ഞാൻ വളരെ നല്ല പെണ്ണാണ്, എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കണേ എന്നാണോ? എന്റെ കയ്യിൽ ഇതിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഇനി അങ്ങോട്ട് നിന്റെ സുരക്ഷ ഞാൻ നോക്കിക്കോളാം. ഞാൻ നിനക്ക് വേണേ കാശും തരാം. അതിനു പകരം നീ എന്റെ കൂടെ ഒന്ന് സഹകരിക്കേണ്ടി വരും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിനക്ക് ഒറ്റയ്ക്കങ്ങ് ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നേ? നീ എന്നെ അടിക്കാറായോ?
ഛേ, നീ അനുഭവിക്കടി. മാറിക്കടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ചേച്ചി, ഇതേ ഒരു പിസ്റ്റൾ പോലെയാ. ഇത് വെച്ച് ചേച്ചി ആ ബോട്ടിലൊന്ന് വെടിവെച്ച് കൊള്ളിച്ചേ. വെടിവെച്ചേ. ആ വേഗം. ആ ധൈര്യമായിട്ട് ചെയ്തു. ആ കാണുന്നല്ലേ? ചേച്ചി കൈ നേരെ വെക്കണം. അല്ലേ ചേച്ചി? ചേച്ചി എല്ലാ ബോട്ടിലും എയിം ചെയ്തോ? അങ്ങനല്ല, ഒരു ബോട്ടിൽ മാത്രം എയിം ചെയ്താൽ മതി. മനസ്സിലായോ? എന്നാ വെടിവെച്ചട്ടെ. ഇതുവരെ നിങ്ങളുടെ പേരിൽ ആരും കംപ്ലൈൻറ്റ് തന്നില്ല. നിങ്ങൾക്ക് ഇത് ലിങ്ക് ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യും. എന്റെ ഭർത്താവിന്റെ കേസ് എന്തായി? ഇപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിനു മുമ്പേ എല്ലാം തീരും. എപ്പോഴാ ഡയറി രജിസ്റ്റർ ചെയ്തത്? നിങ്ങൾ എന്നെ തന്നെയാണോ ചോദ്യം ചെയ്യുന്നത്? അടിപൊളി. ഞാൻ എന്താ അങ്ങനെ ഇപ്പൊ ചോദിച്ചേ? ഞാനൊരു സാധാരണ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വരുത്തിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളാണ് ഉത്തരം പറയണ്ടേ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകണമെങ്കിൽ അത് ഞാനാ തീരുമാനിക്കണ്ടേ. അതേപോലെ ഒരാൾ ഈ ഏരിയ വിട്ട് പുറത്തു പോകണമെങ്കിൽ അതിന് എൻ്റെ അനുവാദം വേണം.